ഹായ് ഫ്രണ്ട്സ്, ദുഷ്ടശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡില് പപ്പിമോളെ പിടിക്കാൻ ശ്രമിച്ചവരെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കാണ് പോലീസ്. നല്ല തക്കതായ ശിക്ഷ നൽകുന്നു പറഞ്ഞിട്ട് ശാലിനിയായിരുന്നു പോകുന്നത്. കുടുംബശ്രീ വീട്ടിലാണ് പുലർച്ചെ ആയിട്ടുണ്ട്. ഇപ്പോ ശാരദാമ്മ ഭഗവാന്റെ മുന്നില് പപ്പിമോൾക്ക് ഒരു അബദ്ധം വരരുതെന്നുള്ള പ്രാർത്ഥനയോട് മുഴുകിയിരിക്കുക. അപ്പോഴായിരിക്കും ഫോൺ ബെല്ലടിക്കുന്നത്. ശാരദാമ്മ പോയി എടുക്കുമ്പോ ശാലിനിയാണ്, അമ്മേ പപ്പിമോളെ സത്യമ്മയുടെ അടുത്തുണ്ട്, പേടിക്കാനൊന്നുമില്ല, ഞങ്ങളിപ്പോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാം, വിളിക്കാമേ. ശാരദാമ്മയ്ക്ക് അത് കേൾക്കുമ്പോ തന്നെ ആശ്വാസമായിട്ടുണ്ട്. ശാരദാമ്മ ഭഗവാന് നന്ദി പറയും. ഇത്രയും നേരം പരിഭവവും സങ്കടമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വീണ്ടും പോയിട്ട് ഭഗവാനോട് പറയും, അപ്പോ എന്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ സാധിക്കില്ലെന്ന് എനിക്കറിയായിരുന്നു, ഒരുപാട് സന്തോഷം എന്നിങ്ങനെ പ്രാർത്ഥിക്കുക. ശേഷം പിന്നീട് കാണിക്കുന്നത് ബാമ പപ്പിമോളെ ഉറക്കണം. ഇങ്ങനെ താരാട്ടുപാടി ഉറക്കുമ്പോ പപ്പിയെ ആദ്യമായിട്ട് കയ്യിൽ ഏറ്റു വാങ്ങിച്ച ആ ഒരു ദിവസമൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ പാട്ടുപാടി ഇങ്ങനെ ഉറക്കുന്ന സമയത്തായിരിക്കും ശാലിനിയും ക്ഷമയും വരുന്നത്. ഡോറൊന്നും തുറന്നിട്ടില്ല, ഓട്ടോന്ന് ഇറങ്ങി. അവർക്ക് അകത്തേക്ക് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ശാലിനിക്ക് ഒരു മടിയുണ്ട്, എങ്കിലും കഥയിൽ മുട്ടും. ബാമ വിചാരിക്കും, ഇതാരെ കൊച്ചു വെളുപ്പങ്കാലത്ത്. ശാലിനി വീണ്ടും തട്ടും. ബാമായും വരുന്നു, വാതിൽ തല്ലി വിളിക്കണ്ട. അപ്പോഴേക്കും രാഘവേട്ടനും വരും. ആരാ ബാമേ? അറിയില്ല രാഘവേട്ട, നോക്കട്ടെ എന്ന് പറഞ്ഞ് പോയി ഡോർ തുറക്കുക. പപ്പിമോളെ നോക്കിയതിനു ശേഷം രാഘവേട്ടനും കൂടെ ചെല്ലും. ഡോർ തുറന്ന് ശാലിനിയെ കാണുന്നതും ബാമയ്ക്ക് അങ്ങ് ദേഷ്യം വരും. എന്താ വന്നേന്നാ ചോദിച്ചത്. ശാലിനി ഒന്നും പറയുന്നില്ല. രാഘവേട്ടൻ പറയും, ഇങ്ങനെയാണ് ബാമേ വീട്ടിൽ വരുന്നവരോട് പെരുമാറുക, മക്കളകത്ത് വാ. അങ്ങനെ ശാലിനിയും കയറാൻ നേരത്തെ ബാമറിയും, നിക്ക്, അകത്തേക്ക് കയറാൻ വരട്ടെ, നിങ്ങൾ എന്തിനാ വന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ശ്യാമറിയും, സത്യനെ പപ്പിമോളെ കൊണ്ടുപോയ ബാമയ്ക്കും പപ്പി ഇവിടെ ഉണ്ടെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? അപ്പൊ ശാലിനി പറയും, അച്ഛാ ഞങ്ങള് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടായിരുന്നത്, അപ്പൊ പറഞ്ഞത് പപ്പിമോളെ അച്ഛന്റെ കൂടെ ഇങ്ങോട്ട് പോകുന്നു. ബാമയ്ക്ക് നിനക്ക് നാളെടി ഇങ്ങനെ ഓരോന്ന് ഇവിടെ എന്ന് പറയാം. മക്കളെ വളർത്തുന്നോ? ഇങ്ങനെയാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത്? ആ കുഞ്ഞു റോഡിലൂടെ പോയപ്പോ വല്ല വണ്ടിയും തട്ടി ചത്തു വരുന്നെങ്കിലോ? ശാലിനിക്ക് ഇത് കേൾക്കുമ്പോ സഹിക്കുന്നില്ല. രാഘവേട്ടൻ ദേഷ്യത്തിൽ, ഭാമേ എന്തൊരു നാളത്, ആരാൻ പറ്റുന്നൊന്നും പറയല്ലേ. ബാമറി, ഹോ ഇവളെ പോലെയുള്ളവരോടൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ എനിക്ക് പറ്റൂ, എങ്കിലേ ഇനി ഇങ്ങനെയെങ്കിലും സംഭവിക്കാതിരിക്കും. ശാലിനി ഒന്നും പറയാതെ തലവാഴ്ത്തി നിൽക്കണേ. ശ്യാമാറി, സത്യനെ പപ്പിമോളെ ആരോടും പറയാതെ ആ പോയത്, അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മകളെ അങ്ങനെ വിടുവോ? ബാമാരും പോത്തുപോലെ കിടന്നിറങ്ങി കഴിഞ്ഞാലേ ഇതല്ല ഇതിനപ്പുറം സംഭവിക്കും. മക്കളടുത്തുണ്ടെങ്കിലേ പെറ്റമ്മയ്ക്ക് പാതി ഇറക്കമേ ഉണ്ടാകൂ. ഇത് കേൾക്കുമ്പോ ശ്യാമ ശാലിനി ഇങ്ങനെ നോക്കും. അങ്ങനെ ബാമ പറയും, ബാക്കി ഉറക്കം മക്കളുടെ നല്ല ഉറക്കത്തിനായി മാറ്റിവെക്കും. അതാ പെറ്റ തള്ളയുടെ ധർമ്മം. അല്ലാതെ മക്കളെ പ്രസവിച്ചിട്ട് കാണുന്നവരെ അച്ഛനാക്കാൻ നടക്കുന്നവർക്ക് യഥാർത്ഥ തള്ളയുടെ ഗുണമൊന്നും കിട്ടിയെന്ന് വരില്ല. ശാലിനിക്ക് വെച്ചാണ് പറയുന്നത്. രാഘവേട്ടൻ പറയും, ബാമ നീ എന്തൊക്കെയാ പറയുന്നത്? അപ്പോഴേക്കും പപ്പി എഴുന്നേറ്റ് വരും. ശാലിനിയെ കാണുന്നതും ചേച്ചിനെ എന്ന് പറഞ്ഞ് ഓടി വന്ന് ശാലിനിയാണ് കെട്ടിപ്പിടിക്കുന്നത്. ശാലിനി കെട്ടിപ്പിടിച്ച് ഒരുപാട് ഉമ്മ കൊടുക്കും. അതിൽ ശ്യാമ, മൂളെ എന്ന് പറഞ്ഞ് ശാലിയുടെ കയ്യിൽ നിന്ന് പിടിച്ചു വലിക്കുക. നീ എന്ത് പണിയാ കാണിച്ചത്? രാത്രിയിലൊക്കെ ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കാന്ന് വെച്ചാ? പപ്പി പറയും, എനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ പേടിയാണെന്ന്, ഞാൻ അങ്ങോട്ട് പോരില്ല, എനിക്ക് അവിടെ ഇഷ്ടമല്ല. ശാലിനിയെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, ഞാൻ ചേച്ചിയമ്മയോടൊപ്പം പോയിക്കോളാം. ശാലിനിയെ ദയനീയമായിട്ട് കരഞ്ഞുകൊണ്ട് ശ്യാമയെ നോക്കും. ശ്യാമയ്ക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല, ആകെ സങ്കടം തന്നെ. അങ്ങനെ ശാലിനി മോളെ തൊട്ടിട്ട് വരും, അയ്യോ ശ്യാമ ഇവൾക്ക് നല്ല ചൂടുണ്ട്. ശ്യാമയും തൊട്ട് വെക്കും. രാഘവേട്ടൻ പറയും, അത് പേടിച്ചിട്ടുള്ള പനിയായിരിക്കും മോളെ, അത് മാറിക്കോളും, ഇന്നലെ രാത്രി ഒരുപാട് അലഞ്ഞതല്ലേ. ശാലിനിക്കും, എന്തിനാ മോളെ ഞങ്ങളിങ്ങനെ പേടിപ്പിച്ചത്? ചേച്ചിയും അമ്മയൊക്കെ എന്തോരം സങ്കടപ്പെട്ടെന്നറിയോ. ഇനി ഇങ്ങനൊന്നും ഉണ്ടാവരുതേ. അപ്പോഴും പപ്പി പറയും, ഞാൻ ആ വീട്ടിലേക്ക് പോവില്ല ചേച്ചിയമ്മേ, എനിക്ക് അച്ഛനെ പേടിയാ. ഷാനി, വേണ്ട എന്റെ മോള് പോണ്ട, മോളെ ചേച്ചിയമ്മയുടെ കൂടെ നിന്നാ മതി, എന്റെ മുമ്പ് സത്യം കൂടി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് മോളെ കെട്ടിപ്പിടിച്ച് റിമോ കൊടുക്കും. ശേഷം അവിടെ എഴുന്നേറ്റിട്ട് പറയും, അച്ഛാ എന്നാ ഞങ്ങള് വരട്ടെ. അപ്പൊ രാഘവേട്ടനാന്ന് പറയും. അങ്ങനെ ശാലിനി പറയും, മോളെ സത്യമ്മയോട് പോയിട്ട് വരാന്ന് പറ. അങ്ങനെ ബാമയോടും രാഘവേട്ടനോടും പറഞ്ഞ് യാത്ര പറയണം മോളെ. അച്ഛാ മോള് പോയിട്ട് വരാവേ. അപ്പൊ രാഘവേട്ടൻ പറയും, അച്ഛനെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് വരണേ. ബാമ പറയും, ആ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി വരണട്ടോ. രാഘവേട്ടൻ പറയും, എന്താ ബാമ ഇത് എന്ന് പറഞ്ഞ് ബാമയെ ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കും. ശേഷം മോളെ കെട്ടിപ്പിടിച്ച് റിമോ എടുക്കും. അങ്ങനെ ശാലിനിയുടെ കൂടെ പപ്പി പോവാണ്. പോകാനേരം ശ്യാമ രണ്ടുപേരെയും നോക്കിയിട്ട് അവിടെ ഇറങ്ങും. അങ്ങനെ അവരവിടുന്ന് പോയി കഴിഞ്ഞാല് ബാമ പറയും, അല്ല നേരത്തെ ഞാൻ ചോദിച്ചപ്പോഴും നിങ്ങൾ കൃത്യമായ ഒരു മറുപടി തന്നില്ല എനിക്ക്. പപ്പിയെ നിങ്ങൾ എവിടെ വെച്ചാ കണ്ടത്? രാത്രി നിങ്ങൾ എന്തിനാ അവിടെ പോയത്? അത് പറഞ്ഞാൽ ഞാനങ്ങോട്ട് പോയിട്ടൊന്നുമില്ല. ബാമയ്ക്കും, പിന്നെ മോളെങ്ങനെ ഇവിടെ വന്നു? രാഘവേട്ടനെ ഒന്നും അറിയുന്നില്ല. അത് പിന്നെ ഞാൻ അറിയാതെ ഞാൻ അവിടെ എത്തുന്നേ. അല്ല ഇടയ്ക്ക് ഇവിടെ വെച്ച് ഞാൻ നമ്മുടെ മോൻ വിഷ്ണുവിനെയും ഉണ്ടായിരുന്നു. ബാമയ്ക്കും, വിഷ്ണുവിനെയോ? എന്നിട്ടെന്താ അവൻ ഇങ്ങോട്ട് പറയുന്നത്? അവനെ പോലീസുകാർ തെരഞ്ഞെടുക്കല്ലേ. അപ്പൊ ബാമാറിയും, ഷോ എന്തിനാ അവൻ ഇങ്ങനെ ഒരു ഇടാകൂടത്തിൽ പോയിപ്പെട്ടത്? ഈ ലോറിപ്പണി നമുക്ക് പറ്റിയതല്ലെന്ന് എത്ര തവണ ഞാൻ പറഞ്ഞതാ, എത്ര വട്ടം പറഞ്ഞതാ, അച്ഛനും മോനും കേട്ടോ? രാഘവേട്ടൻ പറയും, ഈ ബാമേ നമ്മുടെ മോനെ ആരോ കുടിക്കുക, ഇത് കള്ളക്കേസാണ്, അതവൻ തെളിയിക്കും. ബാമറി, നിങ്ങൾ പറയുന്നൊക്കെ ഞാൻ എങ്ങനെ വിശ്വസിക്കാനാ? രാത്രിയിലെ നാടായ നാട് മുഴുവൻ അലഞ്ഞു തിരിഞ്ഞു വന്നിട്ട് ചോദിച്ചപ്പോ പറയാ എങ്ങനെ പുറത്തെത്തിന്ന് അറിയില്ലെന്ന്. ഓ വരുന്ന പോലെ വരട്ടെ, എല്ലാം അനുഭവിക്കാൻ ഞാനും ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ബാമ ഒറ്റയ്ക്ക് കയറി പോവാനേ. അകത്ത് പോയി നിന്നിട്ട് പറയും, അതെ ഇനി പുറത്തേക്കൊന്നും ഇറങ്ങി പോകരുതിട്ടാനേ,
അങ്ങനെ രാഘവേട്ടൻ മറുപടി ഒന്നും പറയുന്നില്ല. എന്നാലും ഞാൻ ഇങ്ങനെ പോയി എന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് രാഘവേട്ടൻ. ശേഷം പിന്നീട് കാണിക്കുന്നത് ഭാമയുടെ ആ വീട്ടിലാണ്. രോഹിത് ഉറക്കം എഴുന്നേറ്റ് ശ്യാമയെ വിളിക്കണേ, വരാതാവുമ്പോ അന്വേഷിച്ച് നടക്കും. ശ്യാമേ പപ്പി ഇത് എവിടെ പോയി കിടക്കുന്നു എന്ന് പറഞ്ഞ് ചുറ്റിലും അന്വേഷിച്ച് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. എവിടെയും കാണാതാകുമ്പോ ഫോൺ എടുത്ത് ശ്യാമയെ വിളിക്കണേ. അങ്ങനെ ശ്യാമ ഓട്ടോയിൽ ഇങ്ങനെ ശാലിനിയോടൊപ്പം വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും കോള് വരുന്നത്. ശ്യാമ എടുക്കും. ശ്യാമ നീ ഇതവിടെ പോയിരിക്കുക. ശ്യാമ ഹോ ഇപ്പോഴെങ്കിലും തുറക്കാൻ തോന്നിയല്ലോ. ആ വീട്ടില് ഇന്നലെ രാത്രി നടന്നൊന്നും നിങ്ങൾക്ക് ഓർമ്മയാണല്ലോ. നിങ്ങൾ ജീവിക്കുന്നത് തന്നെ മദ്യം കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ, പിന്നെ മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ലല്ലോ. രോഹിത് ഡി നിന്റെ പഴംപുരാണം കേൾക്കാനല്ല വിളിച്ചത്, പപ്പി നിന്റെ ഒപ്പം ഉണ്ടാന്ന്. ശ്യാമ പപ്പി അങ്ങനെ നോക്കും. എന്നിട്ട് പറയും ഇന്നലെ രാത്രി പപ്പി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. രോഹിത് അത് കേൾക്കുമ്പോൾ ഞെട്ടുന്നുണ്ട്. ശ്യാമ അറിയും പപ്പിയെ കാണാനില്ലെന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾ ഒരുപാട് വിളിച്ചതാ, എന്നിട്ട് നിങ്ങൾ എഴുന്നേറ്റില്ലെന്ന്. നിങ്ങൾക്കപ്പോ ഉറക്കം വലുത്. ഉറങ്ങിക്കോ, സുഖമായിട്ട് ഉറങ്ങിക്കോ. ഇനി ഞങ്ങൾ ശല്യം നിങ്ങൾക്കില്ല. കുടിച്ചു മറിയേ ഉറങ്ങാതിരിക്കൂ, എന്ത് വേണമെങ്കിലും ചെയ്തോ. ഇനി ഞങ്ങൾ ആരും ഇടപെടില്ല. സ്വന്തം ജീവിതം നശിപ്പിക്കാനായി ഇറങ്ങി പുറപ്പെട്ടിരിക്കല്ലേ. നശിപ്പിച്ചോ, എങ്ങനെയെങ്കിലൊക്കെ നശിപ്പിച്ചോ. രോഹിത് നിങ്ങളിപ്പോ നാശത്തിന്റെ പടുകുഴിയിലാ നിൽക്കുന്നത്. അതിന് രക്ഷപ്പെടണമെങ്കിൽ അതിനെ നിങ്ങൾ തന്നെ തീരുമാനിക്കണം. രോഹിത്തേക്ക് ഹോ അപ്പൊ നീ മകളിങ്ങോട്ട് വരുന്നില്ലെന്നാണ് പറയുന്നത്. ശ്യാമറി ഇല്ല വരുന്നില്ല. അത് രോഹിത് ഡി എന്ന് ദേഷ്യത്തിലിരിക്കുമ്പോൾ ശ്യാമറിയും ഞങ്ങളെ സംരക്ഷിക്കാൻ കഴിയാത്ത ഒരാളെടുത്ത് എന്തുറപ്പിലാണ് ഞങ്ങൾ കഴിയുക. ഇനി നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ജീവിച്ച ഒരാളെ എതിര് പറയാൻ വരില്ല എന്ന് പറഞ്ഞ ശ്യാമ കോളം കട്ട് ചെയ്യും. പപ്പിമോളെ ചേർത്ത് പിടിക്കാണ് ശ്യാമ. ഇങ്ങനെയൊക്കെ ശ്യാമ പറഞ്ഞത് നന്നായെന്ന് ശാലിനിക്ക് തോന്നുന്നുണ്ട്. ഇത് സമയം രോഹിത് ദേഷ്യത്തിൽ ആ ഫോൺ എറിഞ്ഞു പൊട്ടിക്കും. പോട്ടെ എല്ലാവരും പോട്ടെ, ഈ രോഹിത് ഒറ്റയ്ക്ക് ജീവിക്കും. അങ്ങനെ ഒരാൾ തോൽപ്പിക്കാൻ നോക്കിയാല് തോൽക്കുന്നവനല്ല ഈ രോഹിത് എന്നൊക്കെ പറഞ്ഞ ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും അങ്ങോട്ടൊരു കാറ് വരുന്നത്. സുസ്മിതയാണ് ഇറങ്ങി വരുന്നത്. ഫോണൊക്കെ എറിഞ്ഞു പൊട്ടിച്ചിരിക്കുന്നത് കാണുമ്പോ എന്താ രോഹിത് എന്താ കാര്യം? ഫോണൊക്കെ എറിഞ്ഞ് തകർത്തിട്ടുണ്ടല്ലോ, ആരോടെ ഈ ദേഷ്യം? രോഹിത് പറയും അവള് കൊച്ചിനെയും കൊണ്ടുപോയി. സുസ്മിത പറയും ഹാ അത് നിന്റെ പിടിപ്പേട്, അവരെ എങ്ങനെയെങ്കിലും കൂടെ നിർത്തണമെന്ന് പല തവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളത്. ആ പറഞ്ഞത് തന്നെയാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. അവരെ മുന്നിൽ നിർത്തിയാ നമ്മൾ ഇവിടെ ഈ ബിസിനസ് തുടങ്ങിയത്. അതുകൊണ്ട് അവർ അമ്മയും മകളും ഈ വീട്ടിൽ തന്നെ ഉണ്ടാവണം. രോഹിത് പറയും എന്നെ വേണ്ടാന്ന് പറഞ്ഞു പോകുന്നവരെ എനിക്കും വേണ്ട എന്ന് പറഞ്ഞ് രോഹിത് അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ സുസ്മിത പറയും രോഹിത്തെ കേൾക്ക്, ഇതാ ഞാൻ പറയുന്നത് നിനക്ക് ജീവിക്കാൻ അറിയില്ലെന്ന്. ജീവിതം എന്ന് പറഞ്ഞാൽ പകുതി നാടകമാ. ഇന്നിവിടെ നമുക്ക് ചുറ്റുമുള്ള സകല ഭാര്യ ഭർത്താക്കന്മാര് മറ്റുള്ളവരുടെ മുന്നിൽ കെട്ടിവരുന്നത് പക്ക നാടകം തന്നെയാ. നിനക്ക് ക്ഷാമയും കൊച്ചിനെയും ഇഷ്ടമല്ലെങ്കിൽ അത് നിന്നെ മനസ്സിൽ വെച്ചാ പോരെ. എന്തിനാ അതൊക്കെ പുറത്തെടുത്ത് വെറുതെ ഒന്നിനും കൊള്ളാത്തവനാവുന്നത്? സ്നേഹത്തോടെ ശ്യാമയുടെ കുറച്ച് പുന്നാര വാക്ക് പറഞ്ഞ് കൂടെ നിർത്തണം. നിന്റെ കൊച്ചല്ലെങ്കിലും ഇത്രയും നാളും നീ നിന്റെ കൊച്ചാക്കി കൊഞ്ചിച്ചും താലോച്ചും കൊണ്ട് നടന്ന പപ്പിയെ എന്നോട് ഒന്ന് സ്നേഹിക്കുന്നതൊക്കെ ആയിട്ട് നടിക്കൂ. എന്നിട്ട് തള്ളയും കൊച്ചിനെയും ഇവിടെ ഒന്ന് പിടിച്ചു നിർത്ത്. രോഹിത് പറയും ഇന്നലെ രാത്രി ആ കൊച്ചിനെ കാണാതാവേ, എന്നിട്ട് അതിനെ തിരക്കി ശ്യാമ പോവുകയൊക്കെ ചെയ്തു. പക്ഷെ ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. സുസ്മിത പറയും ഹാ അത് തന്നെ നിന്റെ കുഴപ്പം, നീ ഇതൊന്നും അറിയുന്നില്ല. നിന്റെ ചുറ്റുവട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും നീ മനസ്സിലാക്കുന്നില്ല. നീ നിന്നിലേക്ക് തന്നെ ഒതുങ്ങിപ്പോകുന്നു. അമ്മയെ കൊന്നവരോടുള്ള പ്രതികാരം മനസ്സിൽ കൊണ്ടുവന്നാ പോരാ, ചെയ്തു കാണിക്കണം എന്ന് പറയുമ്പോ രോഹിത്തിന്റെ മുഖത്ത് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഭാമയുടെ വണ്ടി ഇടിച്ച് സ്വന്തം അമ്മ മരിച്ച കാര്യവും അന്ന് മോർച്ചറിയിൽ വെച്ച് അമ്മയെ അങ്ങനെ കണ്ടതൊക്കെ ആലോചിച്ച് രോഹിത് ഇപ്പോ സങ്കടത്തിലും ഭാമയോടുള്ള ദേഷ്യത്തിലുമാണ്. രോഹിത്തെ എങ്കില് മകനെന്നുള്ള കടമ നിനക്ക് ഭംഗിയായിട്ട് പൂർത്തീകരിക്കാൻ പറ്റൂ. അത് വേണം രോഹിത്തെ, അല്ലെങ്കിൽ നിന്നെ പ്രസവിച്ച നിന്റെ അമ്മ ആ അമ്മയുടെ ആത്മാവ് ഗതി കിട്ടാതെ അലയും. നിശബ്ദമായി നിനക്ക് മുന്നിൽ വന്ന് നിന്ന് തേങ്ങും. സങ്കടം പിന്നെ അറിയിക്കാനാവില്ലല്ലോ അവർക്ക്. അമ്മയെ കൊന്നവരോടുള്ള പ്രതികാരം നീ എന്ന് വീട്ടുന്നു. അന്ന് നിന്റെ അമ്മയുടെ ആത്മാവിന് മോക്ഷം കിട്ടും. ജീവിച്ചിരുന്നപ്പോഴും അവർക്ക് വേണ്ടി നിനക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. മരിച്ചു മുകളിൽ നിൽക്കുമ്പോഴെങ്കിലും നിന്റെ കടമ ചെയ്തു രോഹിത്തെ എന്ന് പറഞ്ഞ സുസ്മിത അകത്തേക്ക് പോകാൻ നേരത്ത് രോഹിത്തേക്കും നിക്ക് നീ എന്ത് വേണമെന്ന സുസ്മിത പറയുന്നത്? പ്രതികാരം, അമ്മയെ കൊന്നതിലെ മകന്റെ ശക്തമായ പ്രതികാരം, ശക്തമായി പക വീട്ടലിന് ശ്യാമയും പപ്പയും ഇവിടെ വേണം. ആ കൊച്ചവിടെ ഇല്ലെങ്കിൽ അവിടെ ശാലിനി ഇറങ്ങില്ല, വിഷ്ണു ഇറങ്ങില്ല. ശ്യാമയെ നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, കൊല്ലേ തല്ലേ എന്ത് വേണമെങ്കിലും. പക്ഷെ പപ്പി അവളാണ് നമ്മുടെ താക്കോൽ. അവളെ വെച്ചാണ് ഇനി നമ്മുടെ പ്രതികാരത്തിനുള്ള തുടക്കം, ഒടുക്കം സർവനാശവും എന്ന് പറഞ്ഞ് സുസ്മിത അകത്തേക്ക് പോകുമ്പോ ആ പ്രതികാരം ചെയ്യാനായിട്ട് നിൽക്കുകയാണ് രോഹിത് അവിടെ. ശേഷം പിന്നീട് കാണിക്കുന്നത് ശാലിനിയും ശ്യാമയും പപ്പയും കൂടെ കുടുംബശ്രീ വീട്ടിലേക്ക് വന്നിരിക്കുക. ഓട്ടോ വരുന്നത് കാണുമ്പോ തന്നെ ശാരദാമ്മ അവരുടെ അടുത്തേക്ക് ചെല്ലും. മോളെ എന്ത് പണിയാ കാണിച്ചത് എന്ന് പറഞ്ഞ് മോളെ തൊടുമ്പോ അയ്യോ മോളെ ഇവക്ക് നല്ല ചൂടുണ്ടല്ലോ. ശ്യാമറും ഇന്നലെ മുഴുവനും അലച്ചിലായിരുന്നില്ലേ, നമുക്ക് നെറ്റിയില് തുണി നനച്ചിടാം, കൂടുകയാണെങ്കില് മരുന്ന് കൊടുക്കാം. ഭാവം എന്റെ മോളെ. ശാലിനി പറയും എങ്ങനെ ക്ഷണിക്കാതിരിക്കാനാ, ഒരുപാട് ഓടിയതല്ലേ, അച്ഛന്റെ മുന്നിൽ പെട്ടതുകൊണ്ട് വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് പറഞ്ഞ് ശാലിനിയകത്ത് പോകാൻ നേരത്തെ സത്യം ഉണ്ടാവാൻ വരുന്നേ പപ്പീന്ന് വിളിച്ച് ഓടി വന്ന് കെട്ടിപ്പിടിക്കാം. പപ്പി എന്ത് പണിയും ചെയ്തത് ഒറ്റയ്ക്ക്, എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നല്ലോ. ശാരദാമ്മ ഹാ. ശാലിനി പറയും ഇനിയിപ്പൊ അതിന്റെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ശാലിനി അത്തേക്ക് പോകുമ്പോ സത്യവരും അമ്മ എന്തെങ്കിലും പറയട്ടെ, വാ ചോദിക്കട്ടെ. ശാരദാമ്മയ്ക്കും അല്ല എന്ത് ചോദിക്കാം, സത്യമോൾക്ക് സ്കൂളിൽ പോണ്ടേ, വേഗം പോയി റെഡിയായേ. അപ്പോ സത്യ പറയും ഇന്നെ ബെസ്റ്റ് ഫ്രണ്ട് പപ്പി വന്നതല്ലേ,
പപ്പിക്ക് ഇവിടെ ഒരു കൂട്ട് വേണ്ടേ? ഇന്നൊരു ദിവസത്തേക്ക് ഞാൻ അവധി എടുത്താലോ? ശാരദാമാരി അതൊന്നും പറ്റില്ല. പെട്ടെന്ന് ഒരു സ്കൂളിലേക്ക് പോകാൻ നോക്ക്, പപ്പി ഇവിടെ തന്നെ കാണും. വൈകുന്നേരം വന്നിട്ട് കാണാൻ സംസാരിക്കുകയൊക്കെ ചെയ്യാം. സത്യരഹോ, ഈ ശാരദാമ്മയ്ക്ക് പറഞ്ഞാലും മനസ്സിലാവില്ലേ? ഞാൻ ഇന്ന് പോയില്ല എന്ന് പറഞ്ഞാൽ പോവില്ല. വാ പപ്പി എന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുമ്പോ ശാരദാമാരും അങ്ങോട്ട് ചെല്ലേ, അമ്മ ഇപ്പൊ ശരിയാക്കും. ഓ, അമ്മയോട് ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞാണ്ട് സത്യ പോകുന്നത്. രണ്ടാളും മോശമല്ല. ഹോ, അപ്പോഴേക്കും ശ്യാമ അകത്ത് പോകാൻ തുടങ്ങുമ്പോ ശാരദാമ്മയ്ക്കും എന്താടി മോളെ ഉണ്ടായത്? അങ്ങനെ ശ്യാമ എന്തൊക്കെയാ സംഭവിച്ചെന്ന് പറയാൻ ഞാൻ തുടങ്ങുന്നത് കാണിച്ചുകൊണ്ടാ ഈ ഭാഗം കഴിയുന്നത്. ബോസ് ആരോടോ പറയുന്നുണ്ട്, ഫോണിലാണ് സംസാരിക്കുന്നത്. ഇന്ന് അവനെ പുകച്ച് പുറത്ത് ചാടിക്കുന്ന ബോസാ. ഇത് പറഞ്ഞ നേരെ ചെല്ലുന്നത് വിഷ്ണുവിന്റെ മുന്നിലേക്കാണ്. വിഷ്ണു, ഇന്ന് നീ ഇവിടെ വെച്ച് തീരോടാ, നിന്റെ ആർക്കും വേണ്ടാത്ത ജന്മം എന്ന് പറഞ്ഞ നല്ല ഇടി കൊടുക്കുന്നുണ്ട്. ഈ സമയം ബോസിന്റെ കയ്യിലുള്ള ഗണ്ണെടുക്കണേ എന്നിട്ട് അത് വിഷ്ണുവിനെ നേരെ ചൂണ്ടിട്ട് പറയും, സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി പ്രതിക്ക് നേരെ ഷൂട്ട് ചെയ്യേണ്ടി വരുന്നു എന്ന് പറഞ്ഞ് വിഷ്ണുവിന്റെ നെഞ്ചത്ത് വെക്കുന്നത് ബോസിന് ഓർമ്മയുള്ളൂ. വിഷ്ണു ആ കൈ പിടിച്ച് തിരിച്ച്, നീ എന്നാ എന്നെ ഒന്ന് കൊന്നു കാണിക്കടാ എന്ന് പറഞ്ഞ് കൈ പിടിച്ച് ഒടിക്കുന്നുണ്ട്. ശേഷം താഴത്തേക്കിട്ട് നെഞ്ചത്ത് ചോട്ടി കാല് പിടിച്ച് വലിച്ചൊടിക്കുക. ബോസ് വേദന കൊണ്ട് അലറി വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും ബോസിന് വീണ്ടും ഗണ്ണ് കിട്ടുമ്പോ വിഷ്ണുവിനെ നേരെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് നിൽക്കുന്നൊക്കെ ഉണ്ട്. എന്തായാലും വിഷ്ണുവിന് ചെയ്യുന്ന ബോസിന് നന്നായിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ഭാഗത്തിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമന്റ് രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.